നോളജ് വേൾഡ് യൂട്യൂബ് ക്ലാസ്സിൻ്റെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സൈക്കോളജിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. സൈക്കോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ മാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാർക്കുകൾ കൂടി കണ്ടെത്തിയാൽ മതിയാവും. അപ്പോൾ സൈക്കോളജിയിൽ മാർക്ക് വാങ്ങാൻ നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യണത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്തും നോക്കിയും കണ്ടുമൊക്കെ പഠിക്കുക എന്നത് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ നമുക്ക് ക്ലാസ്സിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. കൂടുതൽ പറഞ്ഞ സമയം വേസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വൈകാരിക ബുദ്ധിമാനത്തെ പറ്റി വിശദമായി ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? വൈകാരിക ബുദ്ധിമാനത്തെ പറ്റി വിശദമായി ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ഏത് മനഃശാസ്ത്രജ്ഞനാണ് വൈകാരിക ബുദ്ധിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ടത്? ആൽഫ്രഡ് ബീന് ഓപ്ഷൻ എ, ചാൾസ് പിയർമാൻ ഓപ്ഷൻ ബി, ഹോവാർഡ് ഗാർഡ്നർ ഓപ്ഷൻ സി, ഡാനിയൽ ഗോൾമാൻ ഓപ്ഷൻ ഡി. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധിമാനത്തെ പറ്റി വിശദമായി ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഓപ്ഷൻ ഡി, ഡാനിയൽ ഗോൾമാൻ. രണ്ടാമത്തെ ചോദ്യം, പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻ എ, ലെക്ചർ രീതി, ഓപ്ഷൻ ബി, സെമിനാർ രീതി, ഓപ്ഷൻ സി, കഥ പറച്ചിൽ രീതി, ഓപ്ഷൻ ഡി, ചർച്ചാ രീതി. പ്രൈമറി തലത്തിലാണ്. പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, കഥ പറച്ചിൽ രീതിയാണ് അല്ലേ? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് എന്നുള്ളത്. ഓപ്ഷൻ സി ആണ്, കഥ പറച്ചിൽ രീതിയാണ് പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി. ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കണ്ടെത്താൻ സാധിക്കും? ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കണ്ടെത്താൻ സാധിക്കും? ഓപ്ഷൻ എ, കുട്ടിയുടെ മനോഭാവം, ഓപ്ഷൻ ബി, കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ രീതി, ഓപ്ഷൻ സി, കുട്ടിയുടെ അഭിഭാവം, ഓപ്ഷൻ ഡി, കുട്ടിയുടെ താല്പര്യം. ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുന്നത് ഏതാണ് എന്നാണ്. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ രീതിയാണ്. ഓപ്ഷൻ ബി ആണ്, കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷിയാണ് ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്. നാലാമത്തെ ചോദ്യം, തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനും വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യാനുമുള്ള കഴിവാണ് ഗാർഡ്നർ നിർദ്ദേശിച്ച ഈ ബുദ്ധി. ഇത് ഏതാണ്? തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനും വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യാനുമുള്ള കഴിവാണ് ഗാർഡ്നർ നിർദ്ദേശിച്ച ഈ ബുദ്ധി. ഇത് ഏതാണ്? ഓപ്ഷൻ എ, ഗണിതപര യുക്തിപര ബുദ്ധി, ഓപ്ഷൻ ബി, ദൃശ്യസ്ഥലപര ബുദ്ധി, ഓപ്ഷൻ സി, പ്രകൃതിപര ബുദ്ധി, ഓപ്ഷൻ ഡി, അസ്തിത്വപര ബുദ്ധി. ഏതായിരിക്കും? തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ദർശിക്കാൻ വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യാനുമുള്ള കഴിവ്, അത് ഏതിലായിരിക്കും വരിക? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. ഓപ്ഷൻ ബി ആണ്, ദൃശ്യസ്ഥലപര ബുദ്ധി. ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനാണ്. അപ്പൊ ദൃശ്യസ്ഥലപര ബുദ്ധി. അഞ്ചാമത്തെ ചോദ്യം, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതി അനുസരിച്ച് അല്ലെങ്കിൽ പഠന രീതിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ എ, കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു. കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നുണ്ട്. പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു. ഓപ്ഷൻ സി, കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ ടീച്ചർ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ ടീച്ചർ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. ഓപ്ഷൻ ഡി, ടീച്ചർ കുട്ടികൾക്ക് പാഠപുസ്തകം ക്ലാസ്സിൽ വായിക്കാൻ അവസരം നൽകുന്നു. ടീച്ചർ കുട്ടികൾക്ക് പാഠപുസ്തകം ക്ലാസ്സിൽ വായിക്കാൻ അവസരം നൽകുന്നു. ഏതായിരിക്കും ആൻസർ? വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനരീതിയെ സംബന്ധിച്ചിട്ടുള്ള ഏതാണ് ഓപ്ഷൻ ശരിയായിട്ടുള്ളത്?
ഓപ്ഷൻ എ ആണ്. കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ടീച്ചർ അവസരം നൽകുന്നതാണ്. കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു. അപ്പോൾ ആറാമത്തെ ചോദ്യം, ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഓപ്ഷൻ എ, പഠനം ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ഓപ്ഷൻ ബി, ധാരാളം പ്രതികരണങ്ങളിൽ നിന്ന് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കൊടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. ഓപ്ഷൻ സി, വ്യക്തി വിജയത്തിൽ എത്തുന്നത് സാവധാനമാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചോദ്യം 7, ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രക്രിയകൾ ഏതെല്ലാമാണ്? അപ്പോൾ അവിടെ വേറൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. നിരീക്ഷണ പഠനം ആരുടേതാണ്? ആൽബർട്ട് ബന്ദൂര. ഇനി അതിലടങ്ങിയിട്ടുള്ള നിരീക്ഷണ പഠനത്തിന്റെ പ്രക്രിയകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ, ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ. ഓപ്ഷൻ ബി, ശ്രദ്ധ, താൽപര്യം, പ്രവർത്തനങ്ങൾ, നിലനിർത്തൽ. ഓപ്ഷൻ സി, താൽപര്യം, ശ്രദ്ധ, സംവേദനം, പ്രകടനം. ഓപ്ഷൻ ഡി, ശ്രദ്ധ, നിലനിർത്തൽ, സംവേദനം, അഭിപ്രേരണ. അപ്പൊ ആലോചിച്ച് നോക്കി, ഏതായിരിക്കും നിരീക്ഷണ പഠനത്തിലെ പ്രക്രിയകൾ? ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ, ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ. ഇതാണ് ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയകൾ. അടുത്ത ചോദ്യം, മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ഇതിന് നമുക്ക് ഓപ്ഷൻസ് വേണ്ടായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ, സൗന്ദര്യാത്മകം. ഓപ്ഷൻ ബി, ആത്മസാക്ഷാത്കാരം. ഓപ്ഷൻ സി, സുരക്ഷിതത്വം. ഓപ്ഷൻ ഡി, ശാരീരിക ആവശ്യങ്ങൾ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആത്മസാക്ഷാത്കാരം. 9ാമത്തെ ചോദ്യം, ക്ലാസ്സിൽ ഫെമിന ടീച്ചർ ചോദ്യം ചോദിക്കുന്നതെല്ലാം ആൺകുട്ടികളോട് മാത്രമാണ്. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? നമുക്ക് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഫെമിന ടീച്ചർ ആൺകുട്ടികളോട് മാത്രമാണ് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. അപ്പൊ ഏതിനുള്ള ഉദാഹരണമായിരിക്കും അത്? ഓപ്ഷൻ എ, ലിംഗസമത്വം. ഓപ്ഷൻ ബി, ലിംഗ തുല്യത. ഓപ്ഷൻ സി, ലിംഗ വിവേചനം. ഓപ്ഷൻ ഡി, ലിംഗനീതി. ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി, ലിംഗ വിവേചനം. ആൺകുട്ടികളോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ, പെൺകുട്ടികളോട് ചോദിക്കുന്നില്ല. അപ്പൊ അവിടെ എന്താണ്? ഒരു വിവേചനമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്, ലിംഗ വിവേചനം. നെക്സ്റ്റ് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പഠനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ്. കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ്. ഓപ്ഷൻ ബി, കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നുവെങ്കിൽ പഠനം നടന്നില്ല എന്ന് അനുമാനിക്കാം. ഓപ്ഷൻ ബി, കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നുവെങ്കിൽ പഠനം നടന്നില്ല എന്ന് അനുമാനിക്കാം. ഓപ്ഷൻ സി, പഠനം അടിസ്ഥാനപരമായി ഒരു മാനസിക പ്രവർത്തനമാണ്. ഓപ്ഷൻ ഡി, വൈകാരികമായ ഘടകങ്ങൾ ഒരിക്കലും പഠനത്തിൽ ഒരു ഘട്ടത്തിലും ബാധിക്കുന്നില്ല. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഏതാണ് ശരിയായ പ്രസ്താവന?
ഓപ്ഷൻ എ ആണല്ലേ. കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ്. വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനമാണ് കാര്യക്ഷമമായിട്ടുള്ളതെന്നാണ് ശരിയായ പ്രസ്താവന. 11ാമത്തെ ചോദ്യം, ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ്? ഓപ്ഷൻ എ എന്താണ്? ഇതൊരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ഓപ്ഷൻ ബി, ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. ഓപ്ഷൻ സി, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. ഓപ്ഷൻ ഡി, വിദ്യാർത്ഥികളുടെ ഭാവനാ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു. ഓപ്ഷൻ ഡി എന്താണ്? വിദ്യാർത്ഥികളുടെ ഭാവനാ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു. അപ്പൊ ബ്രെയിൻ സ്റ്റോമിങ്ങുമായി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം, ഓപ്ഷൻ എ എന്താണ്? ഇതൊരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ആണല്ലേ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ ബി എന്താണ്? ഒരു പ്രശ്നം സംബന്ധിച്ച് എല്ലാത്തരം വീക്ഷണങ്ങളും ഇവിടെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. അത് ശരിയാണല്ലേ. ഒരു പ്രശ്നാധിഷ്ഠിത രീതി ആവുമ്പോൾ തന്നെ നമ്മൾ ഏത് മാർഗത്തിലൂടെ പോയെന്നാലും ഏത് രീതിയിലൂടെ പോയെന്നാലും നമ്മൾ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ ഏത് രീതിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് എല്ലാ രീതിയിലും നമ്മളതിനെ കണ്ടെത്തി അതിന്റെ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ അത് ശരിയാണ്. ഓപ്ഷൻ സി എന്താണ്? വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രശ്നാധിഷ്ഠിത രീതിയിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നുണ്ടോ? ഇല്ല, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം അവിടെ വിലയിരുത്തപ്പെടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി എന്താണ്? വിദ്യാർത്ഥികളുടെ ഭാവനാ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയും. അതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. നമ്മൾ പ്രശ്നാധിഷ്ഠിത രീതിയിൽ ഭാവനാ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. 12ാമത്തെ ചോദ്യം, പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ എന്താണ്? പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ്. ഓപ്ഷൻ ബി, നിദാന ശോധകം. ഓപ്ഷൻ സി, ബുദ്ധിമാപിനി. ഓപ്ഷൻ ഡി, മാനകീകൃത ശോധകം. ഓപ്ഷൻ എ, പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ്. ഓപ്ഷൻ ബി, നിദാന ശോധകം. ഓപ്ഷൻ സി, ബുദ്ധിമാപിനി. ഓപ്ഷൻ ഡി, മാനകീകൃത ശോധകം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, നിദാന ശോധകം. പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് നിദാന ശോധകം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതിയാണ്. പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതിയാണ്. ഓപ്ഷൻ എ, റോഷാക്ക് ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ്. ഓപ്ഷൻ ബി, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓപ്ഷൻ സി, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഓപ്ഷൻ ഡി, ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. അപ്പം പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതിയാണ് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. അടുത്ത ചോദ്യം, സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മയാണ്. സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മയാണ്. ഓപ്ഷൻ എ, കൺസർവേഷൻ. ഓപ്ഷൻ ബി, അഹം കേന്ദ്രീകൃതം. ഓപ്ഷൻ സി, വസ്തുസ്ഥൈര്യം. ഓപ്ഷൻ ഡി, ഇറിവേഴ്സിബിലിറ്റി. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി ആണ്, അഹം കേന്ദ്രീകൃതമാണ്. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? അഹം കേന്ദ്രീകൃതമാണ്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗാർട്ട്നറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്? താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്? ഓപ്ഷൻ എ, അത്ലറ്റുകൾക്ക്. ഓപ്ഷൻ ബി, കലാകാരന്മാർക്ക്. ഓപ്ഷൻ സി, മനഃശാസ്ത്രജ്ഞന്മാർക്ക്. ഓപ്ഷൻ ഡി, നേതാക്കൾക്ക്. ഏതായിരിക്കും ഗാർട്ട്നറുടെ അഭിപ്രായത്തിൽ ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്? ഇതിലെല്ലാവർക്കും ദൃശ്യസ്ഥലപര ബുദ്ധി ഉണ്ട്, പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആർക്കായിരിക്കും? കലാകാരന്മാർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്, കലാകാരന്മാർക്ക്. അടുത്ത ചോദ്യം,
ഗോൾമാന്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഏത് ബുദ്ധിക്കാണ് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുള്ളത്? ഗോൾമാന്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഏത് ബുദ്ധിക്കാണ് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുള്ളത്? വിശകലനാത്മക ബുദ്ധിക്ക്. ഓപ്ഷൻ എ വിശകലനാത്മക ബുദ്ധി, ഓപ്ഷൻ ബി സർഗാത്മക ബുദ്ധിക്കാണ്, ഓപ്ഷൻ സി വൈകാരിക ബുദ്ധിക്കാണ്, ഓപ്ഷൻ ഡി പ്രായോഗിക ബുദ്ധിക്ക്. ഗോൾമാന്റെ അഭിപ്രായത്തിൽ ഏത് ബുദ്ധിക്കാണ് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുള്ളത്? ഏത് ബുദ്ധിക്കാണ്? വൈകാരിക ബുദ്ധിക്കാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വൈകാരിക ബുദ്ധിക്ക്. അടുത്ത ചോദ്യം, സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം. സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ഏതാണ്? ഓപ്ഷൻ എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിംഗ്, ഓപ്ഷൻ സി മാർക്ക് സമ്പ്രദായം, ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓപ്ഷൻ എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിംഗ്, ഓപ്ഷൻ സി മാർക്ക് സമ്പ്രദായം, ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഗ്രേഡിംഗ്. സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗമാണ് ഓപ്ഷൻ ഡി, ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗം. അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് ഏതാണ്? ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് എന്ന് പറയുന്നത്, ഇത് ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും, എന്നാലും ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ കുടുംബം, ഓപ്ഷൻ ബി അയൽപക്കം, ഓപ്ഷൻ സി സ്കൂള്, ഓപ്ഷൻ ഡി മതം. ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, കുടുംബമാണ്. ഓപ്ഷൻ എ കുടുംബം. അടുത്ത ചോദ്യം, ബുദ്ധി പരീക്ഷയിൽ താഴെ പറയുന്നതിൽ ഏത് സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധിവൈകല്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്? ബുദ്ധി പരീക്ഷയിൽ താഴെ പറയുന്നവയിൽ ഏത് സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധിവൈകല്യം ഉള്ളവരായി നിർവചിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 120, ഓപ്ഷൻ സി 320, ഓപ്ഷൻ ഡി 100. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതായിരിക്കും ബുദ്ധിവൈകല്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് 70. ഓപ്ഷൻ എ 70. അടുത്ത ചോദ്യം, പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത് എന്താണ്? പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവത്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത്? ഓപ്ഷൻ എ നിഗമന ചിന്ത, ഓപ്ഷൻ ബി ആഗമന ചിന്ത, ഓപ്ഷൻ സി ആഗമന നിഗമന ചിന്ത, ഓപ്ഷൻ ഡി അയുക്ത ചിന്ത. ഏതായിരിക്കും സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നത് പല പരീക്ഷണങ്ങളിലൂടെ? ഓപ്ഷൻ ബി ആണ്, ആഗമന ചിന്തയാണ്. ഓപ്ഷൻ ബി ആഗമന ചിന്ത. അടുത്ത ചോദ്യം, സംരചന മൂല്യനിർണയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സംരചന മൂല്യനിർണയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചോദ്യാവലി, ഓപ്ഷൻ ബി തിങ്ക് പെയർ ഷെയർ, ഓപ്ഷൻ സി വാർഷിക പരീക്ഷ, ഓപ്ഷൻ ഡി റിഫ്ലക്ഷൻ. ഏതൊക്കെയാണ് സംരചന മൂല്യനിർണയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചോദ്യാവലി, ഓപ്ഷൻ ബി തിങ്ക് പെയർ ഷെയർ, ഓപ്ഷൻ സി വാർഷിക പരീക്ഷ, ഓപ്ഷൻ ഡി റിഫ്ലക്ഷൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വാർഷിക പരീക്ഷയാണ് സംരചനാ മൂല്യനിർണയത്തിൽ ഉൾപ്പെടാത്തത്, വാർഷിക പരീക്ഷ. അടുത്ത ചോദ്യം, ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവാര്? ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവാര്? ഓപ്ഷൻ എ ബീനെ, ഓപ്ഷൻ ബി സ്പിയർമാൻ, ഓപ്ഷൻ സി റാവൈൻ, ഓപ്ഷൻ ഡി വെഷ്ലർ. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സ്പിയർമാൻ ആണ് അല്ലെ. ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവാണ് സ്പിയർമാൻ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, അക്കാദമീയ പ്രവർത്തനങ്ങളും മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണയത്തിനായി ഒന്നിച്ചു സൂക്ഷിക്കുന്നതാണ്. എന്താ പറയാന്? ഓപ്ഷൻ ഇല്ലാതെ നമുക്ക് കിട്ടൂലേ ആൻസർ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ പോർട്ട്ഫോളിയോ, ഓപ്ഷൻ ബി ആക്ഷൻ റിസർച്ച്, ഓപ്ഷൻ സി പ്രൊജക്റ്റ്, ഓപ്ഷൻ ഡി ഉപാഖ്യാന രേഖ. ഏതായിരിക്കും അക്കാദമീയ പ്രവർത്തനങ്ങളും മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണയത്തിനായി ഒന്നിച്ചു സൂക്ഷിക്കുന്നതാണ് പോർട്ട്ഫോളിയോ. ഓപ്ഷൻ എ ആണ് പോർട്ട്ഫോളിയോ.
അടുത്ത ചോദ്യം, എറിക്സണിന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? എറിക്സണിന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ വിശ്വാസം അവിശ്വാസം, ഓപ്ഷൻ ബി അധ്വാനം അപകർഷത, ഓപ്ഷൻ സി സ്വത്വസ്ഥാപനം സ്വത്വപ്രതിസന്ധി, ഓപ്ഷൻ ഡി മുൻകൈയെടുക്കൽ കുറ്റബോധം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എറിക്സണിന്റെ സാമൂഹിക വികസന സിദ്ധാന്തം. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ്, സ്വത്വസ്ഥാപനം സ്വത്വപ്രതിസന്ധിയാണ് കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത്. സ്വത്വസ്ഥാപനം സ്വത്വപ്രതിസന്ധി. അടുത്ത ചോദ്യം, കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകമേത്? കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകമേത്? ഏതെല്ലാം വേണ്ടോ? ഓപ്ഷൻ പറയാം. ജനിതക കാരണങ്ങൾ, ഓപ്ഷൻ ബി പോഷകാഹാരം, ഓപ്ഷൻ സി കുടുംബ വലിപ്പം, ഓപ്ഷൻ ഡി പരിപക്വത. ഇതൊക്കെയാണ് ജനിതക കാരണങ്ങൾ, പോഷകാഹാരം, കുടുംബ വലിപ്പം, പരിപക്വത. ഇതിൽ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം, കുട്ടികളുടെ ശാരീരിക വളർച്ചയിൽ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏതായിരിക്കും? ജനിതക കാരണങ്ങൾ സ്വാധീനിക്കുന്നതാണ് അല്ലേ? പോഷകാഹാരം സ്വാധീനിക്കുന്നതാണ്. കുടുംബ വലിപ്പം ശാരീരിക വളർച്ചയെ സ്വാധീനിക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കാം. ഓപ്ഷൻ ഡി ഏതാണ്? പരിപക്വതയാണ്. പരിപക്വതയും വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ്, കുടുംബ വലിപ്പം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പൂരണശോധകം, ഓപ്ഷൻ ബി റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ഓപ്ഷൻ സി സാമൂഹ്യമിതി, ഓപ്ഷൻ ഡി പദപൂരണ ശോധകം. ഓപ്ഷൻ എ പൂരണശോധകം, ഓപ്ഷൻ ബി റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ഓപ്ഷൻ സി സാമൂഹ്യമിതി, ഓപ്ഷൻ ഡി പദപൂരണ ശോധകം. വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏതാണ്? നമുക്കറിയാം അല്ലേ? സാമൂഹ്യമിതിയാണ് വിക്ഷേപണ തന്ത്രമല്ലാത്തത്. ഓപ്ഷൻ സി ആണ് സാമൂഹ്യമിതി. ഭൗതിക വ്യവഹാരത്തിന്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടക അപഗ്രഥനത്തിലൂടെ ബുദ്ധിമാതൃക വികസിപ്പിച്ചത് ആരാണ്? അടുത്ത ചോദ്യമാണ്, ഭൗതിക വ്യവഹാരത്തിന്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടക അപഗ്രഥനത്തിലൂടെ ബുദ്ധിമാതൃക വികസിപ്പിച്ചത് ആരാണ്? ഘടകാപഗ്രഥനം ആരുടെയായിരുന്നു? ഘടകാപഗ്രഥനം ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഗോൾമാൻ ആണോ? അല്ല അല്ലേ? ഓപ്ഷൻ ബി സ്പിയർമാൻ, ഓപ്ഷൻ സി ഗാർഡ്നർ, ഓപ്ഷൻ ഡി ഗിൽഫോർഡ്. ഓപ്ഷൻ ഏതായിരിക്കും? ഘടകാപഗ്രഥനം ഓപ്ഷൻ ഡി ആണ്, ഗിൽഫോർഡ് ആണ്. ഓപ്ഷൻ ഡി ഗിൽഫോർഡ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനുള്ള അവസരമാണ്. ഓപ്ഷൻ എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി ഔപചാരിക വിദ്യാഭ്യാസം, ഓപ്ഷൻ സി സാങ്കേതിക വിദ്യാഭ്യാസം, ഓപ്ഷൻ ഡി അനൗപചാരിക വിദ്യാഭ്യാസം. ഏതായിരിക്കും? ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്ന അതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് പറയുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ചോദ്യം, ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിൽ ഏതാണ്? ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിൽ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിലും യുപിക്കും എൽപിക്കും പിന്നെ കേട്ടിട്ടിനും ഒക്കെ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് സ്കെയില്? ഓപ്ഷൻ എ സ്റ്റാൻഫോർഡ് ബീനെ സ്കെയില്, ഓപ്ഷൻ ബി റാവൻസ് പുരോഗമന മെട്രിക്സ്, ഓപ്ഷൻ സി വെക്സ്ലർ സ്കെയില്, ഓപ്ഷൻ ഡി ബാട്ടിയയുടെ പ്രകടന ശോധകം. ഏതാണ്? നമുക്ക് ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, കേൾക്കാതെ തന്നെ നമുക്കിതിൻ്റെ ആൻസർ അറിയാവുന്നതാണ്. സ്റ്റാൻഫോർഡ് ബീനെ സ്കെയിലാണ് ആദ്യത്തെ ബുദ്ധിമാപന സ്കെയില്. സ്റ്റാൻഫോർഡ് ബീനെ സ്കെയിൽ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ ആവിഷ്കരിച്ച വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് WAT ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ ആവിഷ്കരിച്ച വാറ്റ് WAT ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബെല്ലാക്ക, ഓപ്ഷൻ ബി മോർഗൻ, ഓപ്ഷൻ സി മുറേ, ഓപ്ഷൻ ഡി CG യുങ്. ആൻസർ ഇതാണ്. ഓപ്ഷൻ ഡി ആണ്, CG യുങ് ആണ് വാറ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആവിഷ്കരിച്ചത്.
31ാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ ബി കോൾബർഗ്, ഓപ്ഷൻ സി സ്റ്റേൺബർഗ്, ഓപ്ഷൻ ഡി എബ്രഹാം മാസ്ലോ. നമുക്കറിയാല്ലേ അഭിപ്രേരണ സിദ്ധാന്തം ആരുടേതാണ്? എബ്രഹാം മാസ്ലോയുടേതാണ് അഭിപ്രേരണ സിദ്ധാന്തം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം അതൊരു വെറൈറ്റി ചോദ്യമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രാഥമിക അഭിപ്രേരകം ഏത്? ഓപ്ഷൻ എ പണം, ഓപ്ഷൻ ബി ആഹാരം, ഓപ്ഷൻ സി സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ഡി കയ്യടി. ആൻസർ ഏതായിരിക്കും? പ്രാഥമികമായ അഭിപ്രേരകമാണ് ഓപ്ഷൻ ബി ആണ്, ആഹാരമാണ് കേട്ടോ. ആഹാരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പ് ഏതാണ്? ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പ്. ഓപ്ഷൻ എ സഞ്ചിത രേഖ, ഓപ്ഷൻ ബി സംഭവ വിവരണ രേഖ, ഓപ്ഷൻ സി റേറ്റിംഗ് സ്കെയില്, ഓപ്ഷൻ ഡി ചെക്ക് ലിസ്റ്റ്. ഓപ്ഷൻ എ സഞ്ചിത രേഖ, ഓപ്ഷൻ ബി സംഭവ വിവരണ രേഖ, ഓപ്ഷൻ സി റേറ്റിംഗ് സ്കെയില്, ഓപ്ഷൻ ഡി ചെക്ക് ലിസ്റ്റ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് സംഭവ വിവരണ രേഖ. അടുത്ത ചോദ്യം പഠനത്തെയും പരിപക്വതയെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? പഠനത്തെയും പരിപക്വതയെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ പഠനം പരിപക്വനത്തിന് മുന്നുപാധിയാണ്, ഓപ്ഷൻ ബി പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്, ഓപ്ഷൻ സി പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്, ഓപ്ഷൻ ഡി പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. പഠനം പരിപക്വനത്തിന് മുന്നുപാധിയാണ്, പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്, പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്, പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ വരിക? ശരിയായ പ്രസ്താവനയാണ് പഠനത്തെയും പരിപക്വതയെയും സംബന്ധിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വികാസം ഒരു തുടർ പ്രക്രിയയാണ്, ഓപ്ഷൻ ബി വികാസം പ്രവചനീയമാണ്, ഓപ്ഷൻ സി വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു, ഓപ്ഷൻ ഡി വികാസത്തിൽ വ്യത്യാസങ്ങളില്ല. ഓപ്ഷൻ എ വികാസം ഒരു തുടർ പ്രക്രിയയാണ്, ഓപ്ഷൻ ബി വികാസം പ്രവചനീയമാണ്, ഓപ്ഷൻ സി വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു, ഓപ്ഷൻ ഡി വികാസത്തിൽ വ്യത്യാസങ്ങളില്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വികാസത്തിൽ വ്യത്യാസങ്ങളില്ല. ഓപ്ഷൻ ഡി വികാസത്തിൽ വ്യത്യാസങ്ങളില്ല. അടുത്ത ചോദ്യം ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ വായനാ വൈകല്യം, ഓപ്ഷൻ ബി ലേഖന വൈകല്യം, ഓപ്ഷൻ സി ഗണിതപരമായ വൈകല്യം, ഓപ്ഷൻ ഡി ചലനപരമായ വൈകല്യം. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഏതാണ് ഡിസ്ലെക്സിയ? വായനാ വൈകല്യം. ഡിസ്ലെക്സിയ എന്താണ്? വായനാ വൈകല്യം. ലെക്സി പേന വെച്ച് എഴുതിയത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നോർക്കുക. ലെക്സി പേന വെച്ച് എഴുതിയത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. വായനാ വൈകല്യം. ഡിസ്ലെക്സിയ വായനാ വൈകല്യമാണ്. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വ്യവഹാരവാദി അല്ലാത്തത് ആരാണ്? വ്യവഹാരവാദി അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ പാവ്ലോവ്, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി വാട്സൺ, ഓപ്ഷൻ ഡി ലെവിൻ. ഏതാണ് വ്യവഹാരവാദി അല്ലാത്തത്? നമുക്കറിയാല്ലേ. വ്യവഹാരവാദികൾ ആരൊക്കെയാണ്? വാട്സണും സ്കിന്നറും പാവ്ലോവും ഒക്കെ വ്യവഹാരവാദികളാണ്. അപ്പോൾ ഇതിൽ വ്യവഹാരവാദി അല്ലാത്തത് ആരാണ്? ലെവിനാണ്. കാർട്ട് ലെവിനാണ് വ്യവഹാരവാദി അല്ലാത്തത്. അടുത്ത ചോദ്യം സാമൂഹികവൽക്കരണത്തിന്റെ ഔപചാരിക ഏജൻസി ഏത്? സാമൂഹികവൽക്കരണത്തിന്റെ ഔപചാരിക ഏജൻസി ഏത്? ഓപ്ഷൻ എ കുടുംബം, ഓപ്ഷൻ ബി സമസംഘം, ഓപ്ഷൻ സി സ്കൂള്, ഓപ്ഷൻ ഡി മാധ്യമങ്ങൾ. ഏതാണ് സാമൂഹികവൽക്കരണത്തിന്റെ ഔപചാരികമായ ഏജൻസി? ഓപ്ഷൻ സി ആണ്, സ്കൂളാണ്. ഔപചാരികമായത് കൊണ്ടാണ് സ്കൂളായത്. അതല്ല ഔപചാരികമല്ല എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? കുടുംബമായിരിക്കും. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഏത്?
താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഏത്? ഓപ്ഷൻ എ അധ്യാപിക കേന്ദ്രിതം, ഓപ്ഷൻ ബി ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, ഓപ്ഷൻ സി ഉൽപ്പന്നാധിഷ്ഠിത ബോധനം, ഓപ്ഷൻ ഡി മുതലാളിത്ത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഓപ്ഷൻ എ അധ്യാപിക കേന്ദ്രിതം, ഓപ്ഷൻ ബി ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, ഓപ്ഷൻ സി ഉൽപ്പന്നാധിഷ്ഠിത ബോധനം, ഓപ്ഷൻ ഡി മുതലാളിത്ത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഏത് എന്നതാണ് ചോദ്യം. ഏതായിരിക്കും പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത? നമ്മൾ ജനാധിപത്യ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അല്ലേ? അധ്യാപിക കേന്ദ്രിതമാണോ? അല്ല. പിന്നെ ഉൽപ്പന്നാധിഷ്ഠിത ബോധനാണോ? അല്ല. മുതലാളിത്ത മൂല്യങ്ങൾക്കാണോ ഇവിടെ പ്രാധാന്യം നൽകുന്നത്? അല്ല. അപ്പൊ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയാണ് ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം, ഓപ്ഷൻ ബി പ്രതിക്രിയ അധ്യാപനം, ഓപ്ഷൻ സി സഹകരണാത്മക പഠനം, ഓപ്ഷൻ ഡി സമീപസ്ഥ വികസന മണ്ഡലം. വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത്, വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ എന്താണ്? അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനമാണ് അല്ലെ. പിന്നെ ഏതാണ്? പ്രതിക്രിയ അധ്യാപനമാണ്. പ്രതിക്രിയ അധ്യാപനം വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമായി ബന്ധമുള്ളതാണ്. സഹകരണാത്മക പഠനം വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമീപസ്ഥ വികസന മണ്ഡലം വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏതായിരിക്കും? അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനമാണ് വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടുകളുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? പഠന ശ്രേണി. ഓപ്ഷൻ കേൾക്കാതെ തന്നെ നമുക്കറിയാം പഠന ശ്രേണി ആരുടേതാണ് എന്ന്. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ എബ്രഹാം മാസ്ലോ ആണോ? അല്ല അല്ലേ. ഓപ്ഷൻ ബി എഡ്ഗാർ ഡെയിൽ, ഓപ്ഷൻ സി ഹോവാർഡ് ഗാർഡനർ, ഓപ്ഷൻ ഡി റോബർട്ട് ഗാഗ്നെ. ഓപ്ഷൻ ഡി റോബർട്ട് ഗാഗ്നെ ആണ് ആൻസർ വരുന്നത് അല്ലേ. പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടത് ആരാണ്? റോബർട്ട് ഗാഗ്നെ ആണ്. ഹവാർഡ് ഗാർഡനർ അല്ല, എഡ്ഗാർ ഡെയിൽ അല്ല, എബ്രഹാം മാസ്ലോ അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികയ്ക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ്? സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികയ്ക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ്? ഓപ്ഷൻ എ സംഘടിത പഠനം, ഓപ്ഷൻ ബി മസ്തിഷ്ക പ്രക്ഷാളനം, ഓപ്ഷൻ സി സിമുലേഷൻ, ഓപ്ഷൻ ഡി ചോദ്യരീതി. സമൂഹ നിർമ്മിതിവാദമാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് മസ്തിഷ്ക പ്രക്ഷാളനമാണ്. മസ്തിഷ്ക പ്രക്ഷാളനം. അടുത്ത ചോദ്യം, കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത്? കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത് എന്താണ്? ഓപ്ഷൻ എ വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ഓപ്ഷൻ ബി ആഖ്യാന ശൈലി അവലംബിക്കുക, ഓപ്ഷൻ സി വേഗത കുറച്ചുള്ള ലെക്ചറിങ്, ഓപ്ഷൻ ഡി ട്യൂട്ടോറിയൽ രീതി അവലംബിക്കുക. കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഓപ്ഷൻ എ ആണ് വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. 44-ാമത്തെ ചോദ്യം, നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിനിരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിനിരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരമറിയിക്കും. ഓപ്ഷൻ എ സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരമറിയിക്കും. ഓപ്ഷൻ ബി ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരമറിയിക്കും. ഓപ്ഷൻ ബി ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരമറിയിക്കും. ഓപ്ഷൻ സി പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തും. ഓപ്ഷൻ സി പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തും. ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി എന്താണ്? മേൽപ്പറഞ്ഞവയെല്ലാം. ഇപ്പൊ ക്വസ്റ്റ്യനും ഓപ്ഷനും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും?
സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും നമ്മൾ വിവരം അറിയിക്കണം. ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരം അറിയിക്കണം. പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം അല്ലേ? ഇതെല്ലാം വേണം. പക്ഷേ നമുക്ക് അപ്പോൾ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവതെല്ലാം എന്ന ആൻസർ ഉണ്ട്. ഓപ്ഷൻ ഡി അല്ല പക്ഷേ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് നമുക്ക് പ്രൈമറി ആൻസർ ആയിട്ട് വരുന്നത് പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തും. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ സവിശേഷ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒരു വ്യക്തിയുടെ സവിശേഷ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ എ ബീന്, ഓപ്ഷൻ ബി ഗാർഡ്നർ, ഓപ്ഷൻ സി ആൽപോർട്ട്, ഓപ്ഷൻ ഡി സ്റ്റീവൻസ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ആൽപോർട്ട്. ഓപ്ഷൻ സി ആൽപോർട്ട്. അടുത്ത ചോദ്യം, ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐഡന്റിറ്റി ക്രൈസിസ്. ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി എറിക്സൺ, ഓപ്ഷൻ സി കോൾബർഗ്, ഓപ്ഷൻ ഡി യൂങ്. ഓപ്ഷൻ ബി ആണ്, എറിക്സൺ ആണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി എറിക്സൺ. അടുത്ത ചോദ്യം, വിവരണ സംസ്കരണ മാതൃക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവരണ സംസ്കരണ മാതൃക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കട്ട്ലെവിൻ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി അറ്റ്കിൻസൺ, ഓപ്ഷൻ ഡി പിയാഷെ. വിവര സംസ്കരണ മാതൃക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ, LPക്കും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ സി ആണ്, അറ്റ്കിൻസൺ ആണ്. വിവര സംസ്കരണ മാതൃക ഓപ്ഷൻ സി അറ്റ്കിൻസൺ. അടുത്ത ചോദ്യം, ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സിഗ്നൽ പഠനം, ഓപ്ഷൻ ബി കണ്ടെത്തൽ പഠനം, ഓപ്ഷൻ സി പ്രശ്നപരിഹരണം, ഓപ്ഷൻ ഡി ചോദക പ്രതികരണ പഠനം. ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കണ്ടെത്തൽ പഠനം ആരുടേതാണ്? ഓപ്ഷൻ ബി. കണ്ടെത്തൽ പഠനം ബ്രൂണറുടേതാണ് അല്ലേ? അപ്പോൾ ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഉൾപ്പെടാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, കണ്ടെത്തൽ പഠനം. അടുത്ത ചോദ്യം, അനാർക്കിക് സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അനാർക്കിക് സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തേഴ്സ്റ്റൺ, ഓപ്ഷൻ ബി സ്പിയർമാൻ, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി ഗിൽഫോർഡ്. അനാർക്കിക് സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ്, തോണ്ടേക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനാർക്കിക് സിദ്ധാന്തം തോണ്ടേക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാസ്റ്റ് ചോദ്യമാണ് 50ാമത്തെ ചോദ്യം, ആധ്യാത്മിക ബുദ്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആധ്യാത്മിക ബുദ്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഗോൾമാൻ, ഓപ്ഷൻ ബി സോഹർ, ഓപ്ഷൻ സി ബീനെ, ഓപ്ഷൻ ഡി സ്റ്റേൺ. ആരായിരിക്കും ആധ്യാത്മിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ഗോൾമാനെയും ബീനെയും സ്റ്റേണിനെയും അറിയാം അല്ലെ, എന്തൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കണതെന്ന്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, സോഹർ ആണ്. ആൻസർ ഓപ്ഷൻ ബി സോഹർ. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട 50 PYQ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. സൈക്കോളജിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.